സോ ഹായ് ഓൾ, ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങളുടെ ഉള്ളിലും എൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ഒരു വലിയ സിമ്പിൾ ആയ തോട്ടാണ്. പണ്ട് കുറെ മുമ്പേ ഒരു അബദ്ധം കാണിച്ചു. ആ അബദ്ധം കാണിച്ചതോടുകൂടി എന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അന്ന് ഞാൻ ആ അബദ്ധം കാണിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ കുറച്ചുകൂടി ബെറ്റർ ലൈഫിലായേനെ. ശരിയല്ലേ? എന്നിട്ട് ആലോചിക്കും അന്നത് ചെയ്യണ്ടായിരുന്നു എന്ന്. നിനക്കൊരു അവസരം കിട്ടുകയാണ് എന്ത് പാസ്റ്റിലേക്ക് തിരിച്ചു പോകാൻ. എന്നിട്ട് ആ ഒരു അബദ്ധം നിങ്ങളെ കാണിക്കാതെ മുന്നോട്ടേക്ക് പോകുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ബെറ്റർ ലൈഫ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്, അല്ലെ? സോ നിങ്ങളിപ്പോ നിൽക്കുന്ന പ്രസന്റ് കണ്ടീഷനിൽ നിന്നും പാസ്റ്റിലേക്കും അതേപോലെ ഫ്യൂച്ചറിലേക്കും സഞ്ചരിക്കാൻ കഴിവുണ്ടെന്ന് വിചാരിക്കും. ആ കഴിവിനെ നമ്മൾ എന്ന് വിളിക്കുക ടൈം ട്രാവൽ എന്ന് വിളിക്കുക. സോ നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറയും ടൈം ട്രാവൽ. സോ വെൽക്കം ടു ഐ ട്യൂട്ടർ. ടൈം ട്രാവലിനെ പറ്റി വളരെ സിമ്പിൾ ആയി കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന പോലെ നമുക്ക് സംസാരിക്കാം. ഒരു കോംപ്ലിക്കേറ്റഡ് വിഷയം തന്നെയാണ്, പക്ഷെ പരമാവധി സിമ്പിൾ ആയി നമുക്ക് സംസാരിക്കാം. നിങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാരും ടൈം ട്രാവലിനെ പറ്റി ഒരു വ്യക്തമായ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക മിക്കവാറും മൂവീസിലൂടെ ആയിരിക്കും. ശരിയല്ലേ? ധാരാളം മൂവീസ് ഉണ്ട്. മലയാളം ഉണ്ട്, തമിഴുണ്ട്, ഹോളിവുഡ് മൂവീസ് ഉണ്ട്. അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവിയാണ് ഇൻഡസ്ട്രിയൽ. എന്താണ് കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ. സയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഫിസിക്സിലെ തിയറികൾ അതേപോലെ എടുത്തുകൊണ്ട് കൃത്യമായ രീതിയിൽ ആ ഒരു മൂവി ടൈം ട്രാവൽ കൺസെപ്റ്റിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മൂവി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇൻഡസ്ട്രിയൽ മൂവിയിൽ ഗ്രാവിറ്റി മൂലമുള്ള ടൈം ട്രാവലിനെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, രണ്ട് തരം ടൈം ട്രാവൽ ഉണ്ട്. ഒന്ന് ഗ്രാവിറ്റി മൂലമുള്ളത്, രണ്ടാമത്തത് നമ്മുടെ സ്പീഡുമായി ബന്ധപ്പെട്ട ഒരു ടൈം ട്രാവൽ ആണ്. നമ്മൾ ടൈം ഡയലേഷൻ എന്ന കൺസെപ്റ്റിലേക്ക് കടക്കാൻ പോകുന്നത്. നോക്കൂ, എന്റെ പ്രേക്ഷകർ ഭൂരിപക്ഷം ആൾക്കാരും കൊച്ചു കുട്ടികളാണ്. അവർക്ക് മനസ്സിലാവും പോലെ പറയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് പരമാവധി ടെക്നിക്കൽ ടേബിളുകൾ ഒഴിവായിക്കൊണ്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. എന്റെ മക്കള് 9ാം ക്ലാസ്സിലുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഒരു ഇക്വേഷൻ പരിചയപ്പെടുത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെ സംസാരിക്കാം, അത് പറയുമ്പോൾ എങ്ങനെയാണ് ടൈം ട്രാവൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് വ്യക്തമാക്കാം എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഞാനൊരു ഇരിക്കട്ടെ, ഇനി എഴുതി കാണിച്ചു തരാം. ഓക്കെ, നമ്മളിപ്പോ 9ാം ക്ലാസ്സിലാണ്. നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്ററിന്റെ പേരാണ് ലോസ് ഓഫ് മോഷൻ, അതായത് ചലന നിയമങ്ങൾ. ഈ ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യമായി പഠിക്കുന്ന ഒരു ടേമാണ് റെഫറൻസ് ബോഡി അല്ലെങ്കിൽ അവലംബക വസ്തു. ഒരു വസ്തു ചലിക്കുകയാണോ നിശ്ചലാവസ്ഥയിലാണോ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു പോയിന്റ് വേണം. എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോ നിങ്ങളുടെ വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. നിങ്ങൾ എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് വസ്തുക്കൾ ചുറ്റിലുണ്ടായിരിക്കും. അലമാരയുണ്ട്, അതേപോലെ തൊട്ടപ്പുറത്ത് നിങ്ങളുടെ മേശയുണ്ട്. നോക്കൂ, നിങ്ങളിപ്പം എന്ത് അവസ്ഥയിൽ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്താ പറയാ? നിങ്ങൾ നിശ്ചലാവസ്ഥയിലാണ്. എന്തുകൊണ്ട്? അലമാര അവിടെ തന്നെ ഉണ്ട്, നിങ്ങളുടെ മേശ അവിടെ തന്നെ ഉണ്ട്, കട്ടിൽ അവിടെ തന്നെ ഉണ്ട്, നിങ്ങളും അവിടെയുണ്ട്. സ്ഥാനമൊന്നും മാറുന്നില്ല. സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്ത്, നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ ചലിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്തിലേക്ക് മാറുന്നത്? ചലനാവസ്ഥയിലേക്ക് മാറുന്നത്. ശരിയല്ലേ? ഇതേപോലെ തന്നെയാണ് നമ്മൾ പറയുന്നത്, ഒരു വസ്തുവിന് മറ്റൊരു വസ്തുവുമായി ബന്ധപ്പെട്ട് സ്ഥാനമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമാണ് ആ വസ്തു ചലിക്കുന്നത്. ശരിയല്ലേ? ഞാനൊരു ടൈം പറഞ്ഞു, മറ്റൊരു വസ്തുവിനെ തട്ടിച്ച് നോക്കുമ്പോൾ. അത് അങ്ങനെ പറയാനുള്ള കാരണം, ആ വസ്തുവാണ്. നിങ്ങളിപ്പോ അലമാരയുമായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അലമാരയാണെന്ത്? ഫ്രെയിം ഓഫ് റെഫറൻസ് അല്ലെങ്കിൽ അവലംബ വസ്തു. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം. നിങ്ങൾ ഒരു യാത്ര പോവുകയാണ്, ഒരു ബസ്സിലാണെന്ന് വിചാരിക്കൂ. നിങ്ങളുടെ തൊട്ടടുത്തുള്ള വ്യക്തിയും നിങ്ങളും അടുത്തടുത്തിരിക്കുകയാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം പറയാൻ സാധിക്കും, നിങ്ങൾ ബസ്സിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്ഥാനമാറ്റം ഉണ്ടാവുന്നുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാ? ബസ്സിൽ നിങ്ങൾ ഇരിക്കുന്നു, നിങ്ങളുടെ തൊട്ടടുത്ത ആളെ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾ നിശ്ചലാവസ്ഥയിലാണ്. കാരണം നിങ്ങൾക്ക് സ്ഥാനമാറ്റം ഉണ്ടാവുന്നില്ല. ശരിയല്ലേ? അപ്പൊ ആരാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്? നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആൾ. ഇനി അതേ സമയത്ത് ബസ്സിന്റെ പുറത്തൊരാൾ നിങ്ങളെ നോക്കുന്നു. അയാളെ സംബന്ധിച്ച് നിങ്ങൾ എന്താ അവസ്ഥയിലാണ്? നിങ്ങൾ ചലിക്കല്ലേ? ശരിയല്ലേ? അപ്പൊ ഓരോ മൊമെന്റിലും നിങ്ങളുടെ സ്ഥാനം മാറിക്കൊണ്ടേയിരിക്കുന്നു. സോ ബസ്സിന് പുറത്തുള്ള ഏതൊരു ബിന്ദു ഞാൻ എടുത്തു കഴിഞ്ഞാലും, ഏതൊരു ബിന്ദുവിനെ നാം ഫ്രെയിം ഓഫ് റെഫറൻസ് ആയി കഴിഞ്ഞാലും നിങ്ങൾ എന്താ അവസ്ഥയിലാണ്? ചലനാവസ്ഥയിലാണ്. സോ ഒരേ സമയത്ത് നമുക്ക് നിശ്ചലാവസ്ഥയിലാണെന്നും അതേപോലെ ചലിക്കാൻ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക,
ഫ്രെയിം ഓഫ് റെഫറൻസ് ഏതാണോ എടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് മാത്രമേ നമുക്ക് ആ വസ്തു ചലിക്കുകയാണോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥ പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ ഓക്കെ അല്ലേ? ഫ്രെയിം ഓഫ് റെഫറൻസ് മനസ്സിലായല്ലോ. ശ്രദ്ധിക്കൂ, ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഞാനിപ്പോ വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ എന്തവസ്ഥയിലാണ്? വീട്ടിലുള്ള ഏതൊരു ബിന്ദുവിനെ നമ്മൾ പരിഗണിക്കുമ്പോഴും ഞാൻ എന്തവസ്ഥയിലാണ്? നിശ്ചലാവസ്ഥയിലാണ്. അതേ സമയത്ത് ചന്ദ്രൻ, ഞാൻ ചന്ദ്രനെ ഫ്രെയിം റെഫറൻസ് ആക്കി മാറ്റി. അപ്പൊ ഞാൻ എന്താ അവസ്ഥയിലാണ്? ഞാൻ ചലിക്കുകയാണ്. എന്തുകൊണ്ടാ? ചന്ദ്രൻ ഇങ്ങനെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഭൂമിയുടെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചലനാവസ്ഥയിലാണ്. ഇത്രയും പോയിന്റ് കിട്ടിയല്ലോ. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ ആണെങ്കിൽ നമ്മൾ ഇതാ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാണ് കേട്ടോ. ഓക്കെ, 9 തന്നെ നിങ്ങൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇക്വേഷൻ ഉണ്ട്. അത് നമ്മുടെ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം, സമയം, അതേപോലെ ടൈം, ഇതുമായി ബന്ധപ്പെട്ടാണ് പറയാൻ പോകുന്നത്. സോ ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ഇക്വേഷൻ ആണ്. ഏറ്റവും സിമ്പിൾ ഇക്വേഷൻ ആണ് വെലോസിറ്റി ഈസ് ഡിസ്റ്റൻസ് ബൈ ടൈം. അതായത് വേഗത അല്ലെങ്കിൽ പ്രവേഗം എന്ന് പറഞ്ഞാല് ദൂരം ബൈ സമയം. ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ എന്ത് പറയാൻ പോവാണ്? ടൈം ട്രാവൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. അപ്പൊ ഓക്കെ, നമുക്കിതാ തുടങ്ങാം. ഞാൻ ആദ്യം തന്നെ പറയാണ്, നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ടൈം ട്രാവൽ ആണ്. ടൈം ട്രാവലിനെ പറ്റി പഠിക്കാൻ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? സമയം എന്ന് പറയുന്ന ക്വാണ്ടിറ്റി വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗത്തെയും ദൂരത്തെയുമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ശരിയാണല്ലോ? ഇവിടെ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സമയം വെലോസിറ്റി അതായത് സ്പീഡ് വേഗതയുമായിട്ട് വിപരീത അനുപാതത്തിലാണ്. വേഗത കൂടിക്കഴിഞ്ഞാൽ സമയം എന്താകും? കുറയും. ബേസിക് കൺസെപ്റ്റ് ആണ്. ശരിക്കും ഇങ്ങനെയല്ല അത് പറയണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നിങ്ങൾക്കിത് വളരെ ബേസിക് ആയി മനസ്സിലാക്കാൻ വേണ്ടി ഇത് വെച്ച് ഞാൻ പറഞ്ഞുതരാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ശരിക്കും നമ്മൾ ടൈം ട്രാവലിംഗ് സംസാരിക്കുക ഐൻസ്റ്റീന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയാം. അത് നമുക്കൊരു മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം. അതേ സമയത്ത് ഞാനിപ്പോ പറയുന്നത് ഈ ഒരു വേഗതയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ടൈം ഡയലേഷൻ ഉണ്ടാവുന്ന പറയാൻ പോകുന്നത്. ശരിയല്ലേ? ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട ടൈം ഡയലേഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് തിയറി ഓഫ് റിലേറ്റിവിറ്റി കൃത്യമായിട്ട് പറയേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് തിരിച്ചു വരാം. ഇത് മനസ്സിലായല്ലോ? ഇനി ശ്രദ്ധിക്കുക, ഞാൻ ഇപ്പോൾ എവിടെയാണ്? ഭൂമിയാണത്. ഭൂമിക്ക് മുകളിലൂടെ ഒരു സ്പേസ് ഷട്ടിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഒറ്റ പോക്ക് പോവാണ്. അതേ സമയത്ത് എനിക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഈ ഷട്ടിൽ ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഞാൻ പറയുന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഈ സ്പേസ് ഷട്ടിലുള്ള ഒരാൾക്കും ഭൂമിയിലുള്ള ആർക്കും സമയം വ്യത്യാസമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കി തരാൻ പോകുന്നത്. ഒന്നുകൂടി പറയട്ടെ. സ്പേസ് ഷട്ടിൽ ഇങ്ങനെ പോകുന്നത് നിങ്ങൾ കണ്ടല്ലോ. സ്പേസ് ഷട്ടിൽ വളരെ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്പേസ് ഷട്ടിലുള്ള ഒരു വ്യക്തിക്കും നമ്മുടെ ഭൂമിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്കും സമയം വ്യത്യസ്തമായിരിക്കും എന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാല് ഷട്ടിലുള്ള ഒരു വ്യക്തിക്ക് തിയറിറ്റിക്കലി ആയിട്ടും അതേപോലെ പ്രാക്ടിക്കലി ആയിട്ടും എന്ത് ചെയ്യാൻ സാധിക്കും? സമയത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും. വ്യക്തമാക്കി തരാം. നോക്കൂ, ഈ ഷട്ടിൽ ഇപ്പൊ ഇവിടെയുള്ളത് എനിക്ക്, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്, എനിക്ക് ഷട്ടിലിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഷട്ടിലിനെ മാത്രമല്ല, ഷട്ടിലിന്റെ ഉള്ളിലുള്ള ഒരു റൂം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്പേസ് ഷട്ടിൽ. ഇതിന്റെ ഉള്ളിലുള്ളതാ ഈ റൂമിൽ ഇപ്പോൾ ഒരു വ്യക്തി ഉണ്ടെന്ന് വിചാരിക്കും. ഇയാൾ ഒരു കാര്യം ചെയ്യാണ്. ഈ ഷട്ടിലിന്റെ ഇവിടെയായിട്ട് ഒരു ചെറിയൊരു ലേസർ ടോർച്ച് ഉണ്ട്. ഈ ടോർച്ചിൽ നിന്നും പ്രകാശത മുകളിലേക്ക് അടിക്കുകയാണ്. ഈ പ്രകാശം മുകളിൽ പോയതിനു ശേഷം എന്ത് ചെയ്യും? തിരിച്ചു വരികയാണ്. ഓക്കെ ആണല്ലോ? കാണിച്ചു തരാം. ഇതാ ഒരു ലേസർ അടിക്കുന്നു. ഈ ലേസർ നേരെ മുകളിൽ പോകുന്നു. എന്ത് ചെയ്യുന്നു? അത് തിരിച്ചു വരുന്നു. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇയാളെ സംബന്ധിച്ച്, സ്പേസ് ഷട്ടിൽ അടിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് സമയം, എന്തിന്റെ സമയം? പ്രകാശം മുകളിൽ പോയി ഇവിടെ തട്ടി തിരിച്ചു വന്ന സമയം നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മുടെ ഇക്വേഷൻ ഏതായിരുന്നു? നമ്മുടെ ഇക്വേഷൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഞാനിവിടെ പ്രകാശം സഞ്ചര ദൂരം ഞാൻ ഡി എന്നാണ് എടുക്കുന്നത്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ മുകളിലേക്ക് പോയി തിരിച്ചു വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ടോട്ടൽ എന്ത് വരും? 2D വരും. ക്ലിയർ ആണേ? അപ്പൊ ഡിസ്റ്റൻസ് എത്രയാണ്? 2D ആണ്. അപ്പൊ നമുക്ക് ടൈം അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അല്ലേ? സ്പേസ് ഷട്ടിലുള്ള ഒരാളുടെ സമയം എങ്ങനെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഈ ടൈം ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ ഇത് കാണുന്ന ഇക്വേഷൻ എങ്ങനെ വരും? അങ്ങോട്ടും ഇങ്ങോട്ടും മാറല്ലേ ചെയ്യാം. അപ്പൊ ടൈം ഈസ് ഈക്വൽ എനിക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി എന്ന് കിട്ടും.
ഇവിടെ വെലോസിറ്റി ആരുടെ വെലോസിറ്റിയാണ്? പ്രകാശത്തിന്റെ വെലോസിറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്ന കാര്യമാണ്. അപ്പൊ ഇക്വേഷൻ എങ്ങനെ മാറും? ടൈം ഈസ് ഈക്വൽ ടു എത്ര ഡിസ്റ്റൻസ്? 2d. അപ്പൊ 2d ബൈ പ്രകാശ വേഗത നമ്മൾ c എന്നാണ് സൂചിപ്പിക്കുക. സോ നിങ്ങൾ എല്ലാവരും ഈ ഇക്വേഷൻ ഒന്ന് പകർത്തി എഴുതി വെക്കുക. ടൈം ഈസ് ഈക്വൽ ടു 2d ബൈ c ആണ് നമ്മുടെ സ്പേസ് ഷട്ടിലിരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന പ്രകാശത്തിന്റെ സമയം. ക്ലിയർ ആണ്? സമയം മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ സമയം എത്ര കിട്ടുന്നു? 2d ബൈ c എന്നാണ് കിട്ടുക. ഇനി ശ്രദ്ധിക്കാം, ഷട്ടിൽ ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ഷട്ടിലിനെ താഴെ ഒന്നും കാണാൻ സാധിക്കും. ഞാനിപ്പോ ഇവിടെ ഉണ്ട്. ഓക്കെ ആണല്ലോ? ഞാൻ നോക്കുന്ന സമയത്ത് ഈ സ്പേസ് ഷട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ? ശരിയല്ലേ? അപ്പൊ സ്പേസ് ഷട്ടിലുള്ള റൂം എനിക്ക് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ഇങ്ങനൊരു കാര്യം പറയാം. ഇതാണ് ആ റൂം എന്ന് വിചാരിക്കും. ഈ റൂം ഇങ്ങനെ മുന്നോട്ടേക്ക് ചലിക്കുകയല്ലേ? ഇപ്പോ ഇവിടെ എത്തുന്ന വിചാരിച്ചോളൂ. ചുരുക്കി പറഞ്ഞ ഞാൻ നോക്കുന്ന സമയത്ത് ഇവിടെ നിന്നും പ്രകാശം ഇങ്ങനെ പോയി ഇങ്ങോട്ട് വരുന്ന എനിക്ക് തോന്നില്ല. എന്തുകൊണ്ടാ? ഈ ഷട്ടിൽ ഇങ്ങോട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ നോക്കുന്ന സമയത്ത് ഈ പ്രകാശം ഇവിടെ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു പാതയിൽ കൂടെ പോകുന്നത് എനിക്ക് ഫീൽ ചെയ്യും. ഞാൻ പറഞ്ഞ വ്യക്തമായോ? നമ്മുടെ ഈ സ്പേഷ്യലിന്റെ റൂം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇങ്ങോട്ട് ചലിക്കുകയാണ്. അപ്പൊ താഴെ നിന്ന് ഞാൻ നോക്കുന്ന സമയത്ത് ഈ പ്രകാശം കുത്തനെ പോയി വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുക ഇത് ചലിക്കുന്നതിനെ കൊണ്ട് തന്നെ ഇവിടെ തുടങ്ങിയ പ്രകാശം ഇങ്ങനെ ഒരു സഞ്ചാരപാത എടുക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ അത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇവിടെ നിന്നും തുടങ്ങുന്ന പ്രകാശം ഇങ്ങനെ സഞ്ചരിച്ച് ഇവിടെ എത്തുന്നു. ക്ലിയർ ആണോ? ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം ഇതാണ് നമ്മൾ താഴെ നിന്നും കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന സ്പേസ് ഷട്ടിലുള്ള ടൈം. എന്തിന്റെ ടൈം? പ്രകാശം സഞ്ചരിച്ച ദൂരം അല്ലേ? ഇത് എത്ര ദൂരത്തിൽ പോയിട്ടുള്ളത്? അപ്പൊ നമ്മളിവിടെ ടൈം കണ്ടുപിടിക്കാൻ പോവാണ്. നമുക്ക് എങ്ങനെ ടൈം കണ്ടുപിടിക്കാം? നമ്മുടെ ഇക്വേഷൻ എന്താണ്? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. ശരിയാണല്ലോ? വെലോസിറ്റി എന്ത് തന്നെയാണ്? സി തന്നെയാണ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം വേണ്ടേ? എന്ത് ഡിസ്റ്റൻസ് ആണത്? പ്രകാശം സഞ്ചരിച്ച ദൂരം. അപ്പൊ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇത് അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ 2 ട്രയാങ്കിൾ എടുത്തു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു മട്ട ത്രികോണമാണ് അല്ലെ? റെക്ടാങ്കുലർ ട്രയാങ്കിൾ ആണ്. ഇതിന് താഴെ ബേസിനെ ഞാൻ എൽ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്ത് എത്രയാണ്? 2l ആണ്. എൽ പ്ലസ് എൽ അല്ലേ ടോട്ടൽ വരിക. അപ്പോ ആക്ച്വലി പ്രകാശം കവർ ചെയ്ത ഡിസ്റ്റൻസ് ഇതാണ്, ഡി എന്ന് പറയും. മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു. ശരിയാണല്ലോ? അപ്പൊ നമ്മൾ ഒരു ട്രയാങ്കിളിനെ പറ്റി പറയുന്ന സമയത്ത് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ഹൈപ്പോട്ടനസ് ആണ്. ഈ ഒരു ട്രയാങ്കിളിന്റെ കർണമാണ്. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഏതാ ഇക്വേഷൻ? കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു അറിയാലോ, റൂട്ട് ഓഫ് പാദം സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ. അത് നമ്മളോട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ കിട്ടും? എനിക്ക് കിട്ടും ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് എൽ സ്ക്വയർ പ്ലസ് എന്ത് കിട്ടും? ഡി സ്ക്വയർ കിട്ടും. റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ കിട്ടും. അതായത് കർണ സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ എൽ സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ ഡി സ്ക്വയർ. ഇങ്ങനെ 2 ദൂരമുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? 2 ഇൻറ്റു എടുക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ എനിക്ക് ടോട്ടൽ എന്ത് കിട്ടും? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ അല്ലെ? ഡിവൈഡഡ് ബൈ ആരുടെ ഉണ്ടായിരിക്കും? ടി സി ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ഇതാണ് ഡിസ്റ്റൻസ്. ടൈം ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി അല്ലേ? എന്താ വെലോസിറ്റി? സി ആണ് അല്ലെ? ഇത്രയും കിട്ടി. അപ്പൊ നമുക്ക് രണ്ടാമതൊരു ഇക്വേഷൻ കൂടി കിട്ടിയാണ്. ഈ 2 ഇക്വേഷനും കൂടി നമ്മൾ ഇനി കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ സ്പേസ് ഷട്ടിലുള്ള ടൈമും ഭൂമിയിലുള്ള സമയവും തമ്മിൽ വ്യക്തമായ ഒരു അന്തരം ഉണ്ടാകുന്നത് ഞാൻ കാണിച്ചു തരാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്പേസ് ഷട്ടിലിൽ അതിവേഗത്തിൽ പോകുന്ന സമയത്ത് ടൈം ഡയലേഷൻ ഉണ്ടാവും. ആ വ്യക്തിക്ക് സമയത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ വ്യക്തിക്ക് സമയം കുറവായിരിക്കുന്നു. നമുക്ക് എന്തായാലും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ ഇതാണ്. ഇക്വേഷൻ സ്പേസ് ഷട്ടിലിൽ റിയൽ ടൈം എന്ന് പറയുന്നത് ടൈം ഈസ് 2d ബൈ സി ആയിരിക്കും. അതേ സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് സ്പേസ് ഷട്ടിൽ എത്രയാണ് വരുന്നുള്ളൂ? ടി സിക്ക് 2d സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ബൈ സി ആയിരിക്കും. ഞാൻ ഒരു കാര്യം ചെയ്യാണ്, നമ്മുടെ ഈ ഒരു കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം സി എന്ന് പറഞ്ഞാൽ പ്രകാശ വേഗതയാണ് ശൂന്യതയിലുള്ള. അത് ആക്ച്വലി 3 × 10⁸ 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഞാൻ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത്രയും വലിയ കാൽക്കുലേഷൻ പോകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് സി നമുക്ക് എന്തെടുക്കാം?
ഒരു കോൺസ്റ്റന്റ് 30 എടുക്കാം. അപ്പൊ രണ്ടിൽ ഞാൻ സി കൊടുത്താൽ ഈക്വൽ ആണല്ലോ, ഓക്കെ ആയിട്ട് മാറും. ഡി എന്ന് പറഞ്ഞാൽ പ്രകാശം ആക്ച്വലി മുകളിൽ പോയിരുന്ന ആ ഡിസ്റ്റൻസ്. ഓക്കെ, അത് ഞാൻ 100 മീറ്റർ, അതായത് 100 മീറ്റർ വലിപ്പമുള്ള ഒരു സ്പേസ് ഷട്ടിലിന്റെ റൂമാണുള്ളത്. ഇപ്പൊ മുകളിൽ പോയി തിരിച്ചിരുന്നു, 100 മീറ്റർ പോയിട്ടുണ്ട്. ഓക്കെ, എടാ ഇത് കണ്ടോ, ഇതാണ് ആ കൺസെപ്റ്റ്. ക്ലിയർ? ഇനി എൽ എന്ന് പറഞ്ഞാൽ ഇതാണ് എൽ. സ്പേസ് ഷട്ടിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ വന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത് 200 മീറ്റർ പോയി എന്നാണ് ഞാനിവിടെ അനുമാനിക്കുന്നത്. അത്ര സിമ്പിൾ. 200 മീറ്റർ പോയിട്ടുള്ളൂ ഞാൻ അനുമാനിക്കുകയാണ്. അത്ര സ്പീഡൊന്നുമല്ല പോവാ, ഭയങ്കര സ്പീഡിലാണ് പോവാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കൂ, ഞാൻ വാല്യൂ കൊടുക്കാൻ പോവാണ്. 2 ഇൻറ്റു ഡി എത്രയാണ്? 100 ആണ്. ബൈ സി എത്രയാണ്? 30 ആണ്. നമുക്കിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20/3 എന്ന് കിട്ടുക. 20/3 നമ്മൾ ചെയ്യാം, 6.6 സെക്കൻഡ് എന്ന് കിട്ടും. ചുരുക്കി പറഞ്ഞാല് പ്രകാശം, ഞാൻ വളരെ സ്പീഡ് കുറച്ചാ പറയുന്നത് കേട്ടോ, പ്രകാശ വേഗത കുറച്ചാ പറയുന്നത്. പ്രകാശം ഈ ഒരു സ്പീഡിൽ മുകളിൽ പോയി താഴെ വരാൻ 6.6 സെക്കൻഡ് എടുത്തു. ഡീലാണ്. ഓക്കെ, ഇനി ഒബ്സർവർ ഓൺ എർത്ത്, ഭൂമിയിലുള്ള ഒരു വ്യക്തി നമ്മൾ നോക്കുകയാണ്. എങ്ങോട്ടേക്ക്? സ്പേസ് ഷട്ടിലേക്ക്. അപ്പൊ അയാൾ കാണുന്നത് എങ്ങനെയാണ് അത് വെച്ച് നമ്മൾ പറയാൻ പോവാണ്. അയാൾ നോക്കുമ്പോൾ സ്പേസ് ഷട്ടിലെ സമയം എങ്ങനെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ 2 ഇൻറ്റു റൂട്ട് ഡി എത്രയായിരുന്നു? 100 സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ 200 സ്ക്വയർ പ്ലസ് 30 എന്ന് കിട്ടും. ഇതെത്ര കിട്ടുക? 2 ഇൻറ്റു റൂട്ട് 100 400 അല്ല 40,000 കിട്ടുക. അപ്പോൾ ടോട്ടലി 50,000 അല്ലേ? 50,000 ഡിവൈഡ് ബൈ 30 കിട്ടും. നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് 14.9 സെക്കൻഡ് എന്നാണ് കിട്ടുക. അപ്പൊ എന്താ ഇവിടെ നിങ്ങൾ മനസ്സിലായത്? നോക്കൂ, ആക്ച്വലി സ്പേസ് ഷട്ടിലില് 6.6 സെക്കൻഡ് ആണ് എടുക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ 14.9, ഓൾമോസ്റ്റ് 15 സെക്കൻഡ് എടുത്തു എന്ന് നമ്മൾ വിചാരിക്കും. ഇനി ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, വ്യക്തമായി പറഞ്ഞുതരാം. ഇങ്ങനെ ആലോചിച്ചു, ഇത് 6 സെക്കൻഡും ഏകദേശം വേണ്ട 7 എടുക്കാം. ഇത് 7 സെക്കൻഡും ഇത് 14 സെക്കൻഡ് എന്ന് വിചാരിച്ചോ. ഓക്കെ, നമ്മൾ നോക്കുന്ന സമയത്ത് സ്പേസ് ഷട്ടിലില് പ്രകാശം ഇതിങ്ങനെ പോയി ഇതിങ്ങനെ എത്താൻ ഇത്ര സമയം എടുത്തു? 14 സെക്കൻഡ് എടുത്തു. ക്ലിയർ അല്ലേ? അപ്പൊ എന്റെ ചോദ്യം, ഇവിടെ സമയം എന്താവുക ചെയ്യുന്നത്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സമയം കൂടിയെന്നാ വിചാരിക്കുന്നുണ്ടെങ്കിലും അവിടെ എന്താ സംഭവിച്ചത്? സമയം കുറയാ ചെയ്തിട്ട്. അങ്ങനെയാ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും എത്രയേ ഉള്ളൂ? 7 സെക്കൻഡ് കൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? നമ്മൾ മനസ്സിലാക്കുന്നത് 14 സെക്കൻഡ് എടുത്തു എന്നാ വിചാരിക്കുക. അപ്പൊ സ്പേസ് ഷട്ടിലില് സമയം ഇങ്ങനെ 14 സെക്കൻഡ് കൊണ്ടാണ് ആ ഒരു ലൈറ്റ് തിരിച്ചു നമ്മൾ വിചാരിക്കും. നമ്മുടെ തോന്നലാണേ. നമ്മൾ നോക്കുമ്പോൾ 14 സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ വിചാരിക്കും. ആക്ച്വലി എത്രയേ ഉള്ളൂ? 7 ഉള്ളൂ. നേരെ ഇരട്ടിയായിട്ട് മാറി. അപ്പൊ നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി, സമയത്തിൽ ഇവിടെ എന്തുണ്ടായിട്ടുണ്ട്? ഒരു ചെറിയ കുറവുണ്ടായിട്ടുണ്ട്. അതായത് പ്രകാശം ഇങ്ങനെ പോയി ഇങ്ങനെ വരാൻ ഒരു സമയത്തിന്റെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇത് നമുക്ക് തോന്നിയ കാര്യമല്ലേ? അല്ല, ഇത് തിയറിറ്റിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് പ്രൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല്, പ്രകാശ വേഗത അല്ലെങ്കിൽ പ്രകാശ വേഗതയുടെ അടുത്ത വേഗതയിൽ, അല്ലെങ്കിൽ നമ്മൾ വളരെ വലിയ വേഗതയിൽ ഒരു സ്പേസ് ഷട്ടിൽ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വേഗതയും സമയവും വിപരീത അനുപാതത്തിലായതുകൊണ്ട് സമയം കുറയും. ഓക്കെ, എപ്പൊ കുറയും? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ശരിയല്ലേ? അതായത് ശ്രദ്ധിച്ചോ, ഷട്ടിലിൽ 14 സെക്കൻഡ് എടുത്തു പ്രകാശം സഞ്ചരിച്ച് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്ക്, അവിടെ 14 സെക്കൻഡ് കൊണ്ട് മാത്രമാണ് പ്രകാശം സഞ്ചരിച്ച് ഇവിടെ എത്തിയെന്ന് മനസ്സിലാക്കി. അപ്പൊ ചുരുക്കി പറഞ്ഞാല് സമയം ഇങ്ങനെ വളരെ പതുക്കെയായി മാറിയതല്ലേ? മനസ്സിലാവുന്നുണ്ടോ? സമയം എന്തായതാണ്? പതുക്കെ ആയതാണ്. എന്നോട് പറയണോ? നമ്മൾ നോക്കുന്ന സമയത്ത് പ്രകാശം ഇവിടെ നിന്നും ഇവിടെ എത്താൻ വേണ്ടി 14 സെക്കൻഡ് എടുത്തു. ശരിക്കും എത്രയേ ഉള്ളൂ? 6 സെക്കൻഡേ ഉള്ളൂ, അല്ലെ 7 സെക്കൻഡേ ഉള്ളൂ. നമ്മൾ നോക്കുമ്പോൾ സമയം എന്തായി? ഒരുപാട് എന്തായിട്ടുണ്ട്? കുറഞ്ഞു നമുക്ക് തോന്നും അല്ലേ? ഇങ്ങനെ പോകാൻ 14 സെക്കൻഡ് എടുത്ത് നമ്മൾ ഫീൽ ചെയ്യും. ശരിക്കും അത്ര ഉണ്ടോ? ഇല്ല. ഇതാണ് സംഭവിക്കുന്നത്.
ഇതൊന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ പറഞ്ഞുതരാം. 14 സെക്കൻഡ്, 7 സെക്കൻഡ്, ഇതല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ 14 വർഷം, ഞാനിവിടെ 14 വർഷം എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര സമയം ആവുള്ളൂ? 7 വർഷം ആവുള്ളൂ. മനസ്സിലായില്ല? പ്രകാശം ഇങ്ങനെ പോയി ഇവിടെ എത്താൻ വേണ്ടി സമയം എന്താവുക ശരിക്കും ചെയ്തത്? 14 സെക്കൻഡ് എടുത്തു നമ്മൾ പറഞ്ഞത്. അത്രയും സമയം എടുത്തു അല്ലേ? അപ്പൊ അവിടെ എത്താനുള്ള സമയം എന്തായതാണ്? അവരുടെ സമയം എന്തായി? കുറെയല്ലേ സംഭവിച്ചിട്ടുള്ളത്. ടെക്നിക്കലി നമ്മൾ ന്യൂമറിക്കൽ ഇത് കൂടുകയാണെന്നുണ്ടെങ്കിലും സ്പേസ് ഷട്ടിലില് മൊത്തം സമയം എന്തായി? കുറഞ്ഞു അല്ലേ? സമയം കുറയാണ് സംഭവിച്ചത്. നമ്മൾ നോക്കുമ്പോൾ സ്പെഷ്യൽ ഷട്ടിൽ എന്തായി? സമയം കുറയാ സംഭവിച്ചിട്ടുള്ളത്. വ്യക്തമായി നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ എന്റെ 2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഷട്ടിലിൽ 1 സെക്കൻഡ് ആകും. എനിക്ക് 2 വയസ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ ഷട്ടിൽ ഒരാൾ പോകുന്നുണ്ടെങ്കിൽ 1 വയസ്സോ കംപ്ലീറ്റ് ആവുള്ളൂ. അതായത് സമയം ഇങ്ങനെ ഷട്ടിലിൽ വളരെ പതുക്കെയോ പോകുള്ളൂ. അപ്പൊ ഷട്ടിലിൽ സമയം പതുക്കെ പോകുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ഞാൻ അല്ലെങ്കിൽ ഷട്ടിൽ പോകുന്ന വ്യക്തികൾക്ക് സറൗണ്ടിങ്സിലുള്ള സമയമെല്ലാം എന്താ ചെയ്യും? കുറയാൻ തുടങ്ങും. 14 സെക്കൻഡ് എടുത്തു എന്തിന്? പ്രകാശം ഇവിടെ എത്താൻ. ശരിക്കും നമ്മുടെ ഭൂമിയിൽ എത്ര എടുക്കുള്ളൂ? 7 സെക്കൻഡ് എടുക്കുള്ളൂ. അതാണ് നമ്മൾ ഈ ഒരു റേഷ്യോ എടുക്കാനുള്ള കാരണം. എന്റെ 2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഷട്ടിലിൽ എത്രയോ ഉണ്ടാവുള്ളൂ ശരിക്ക്? അല്ല, ഷട്ടിലിലെ 1 സെക്കൻഡ് എനിക്ക് എത്ര ഉണ്ടായിരിക്കും? 2 സെക്കൻഡ് ഉണ്ടാവും. ശരിയല്ലേ? അതായത് എനിക്ക് 2 സെക്കൻഡ് കഴിയുമ്പോൾ ഷട്ടിലിൽ 1 സെക്കൻഡ് കഴിയുള്ളൂ. എന്റെ 2 വർഷം ഷട്ടിൽ എത്രയായിരിക്കും? 1 വർഷമായിരിക്കുള്ളൂ. എനിക്കിപ്പോ 30 വയസ്സായി വിചാരിക്കൂ. എനിക്ക് 10 വർഷമായി എനിക്ക് 40 വയസ്സാവും. എനിക്കൊരു ടിൻ ബ്രദർ ഉണ്ട് വിചാരിക്കുന്നു, എന്റെ ഇരട്ട സഹോദരൻ. അവന് ഷട്ടിൽ ഇങ്ങനെ പോയിരിക്കുകയാണ്. 10 വർഷം കഴിഞ്ഞ് അവൻ തിരിച്ചു വരികയാണ്. അപ്പൊ എത്ര വയസ്സാവും? നിങ്ങൾ പറയൂ. 35 വയസ്സാവുള്ളൂ അല്ലേ? നമ്മുടെ 10 ഇയർ ഷട്ടിൽ എത്രയാണ്? 5 ഇയർ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാല് പ്രകാശ വേഗതയിലോ അതിനടുത്ത സ്പീഡിലോ അല്ലെങ്കിൽ അതിവേഗതയിൽ ഒരു വസ്തു സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? അവിടെ സമയത്തിന് ഒരു മാറ്റം ഉണ്ടാവും, സമയത്തിൽ വ്യത്യാസം ഉണ്ടാവും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റെഫറൻസ് ബോഡി. ഓക്കെ, ആ ഒരു മാറ്റം ശരിക്കും ഫീൽ ചെയ്യും. നിങ്ങൾ ആലോചിക്കും ഞാനെന്തോ ഫാന്റസി കഥ പറയണം. അങ്ങനെയല്ല, ഇത് ശരിക്കും നടക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇത് തിയററ്റിക്കലി പ്രൂവ്ഡ് ആണ്, അതേപോലെ തന്നെ പ്രാക്ടിക്കലിയും പ്രൂവ്ഡ് ആണ്. ആ കഥ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ പറയാം. അത് വലിയൊരു കഥയാണ്. ഓക്കെ, ഒരു രണ്ട് ടിൻ ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അവരിൽ ഒരാൾ ഭൂമിയിലും മറ്റൊരാള് സ്പെഷ്യൽ സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിച്ച സമയത്ത് ഒരു ടൈം ഡയലേഷൻ അല്ലെങ്കിൽ ഏജിൽ വ്യത്യാസം ഉണ്ടായി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. സോ ഇപ്പൊ നമ്മൾ സംസാരിച്ച കാര്യം എന്താണ്? ഇപ്പൊ നമ്മൾ സംസാരിച്ചത് വേഗത കൂടുമ്പോൾ എങ്ങനെയാണ് ടൈമിൽ മാറ്റം ഉണ്ടാവുക, ആ ടൈം മാറുമ്പോൾ എങ്ങനെയാണ് ടൈം ട്രാവലിംഗ് ആയിട്ട് മാറുന്നത് എന്നൊക്കെയാണ്. ശരിയല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇന്റർസ്റ്റെല്ലർ മൂവിയില്ലേ, അവിടെ വലിയൊരു ബ്ലാക്ക് ഹോളിനടുത്താണ് മില്ലേഴ്സ് പ്ലാനറ്റ് ഉള്ളത്. ആ മില്ലേഴ്സ് പ്ലാനറ്റിലേക്കാണ് നമ്മുടെ കഥാനായകൻ പോകുന്നത്. ആ കഥാനായകൻ അവിടെ നിന്ന് വെറും 7 മിനിറ്റ് അവിടെ നിൽക്കുന്നുള്ളൂ. അവിടെ നിന്ന് തിരിച്ച് ഭൂമിയിലേക്ക് എത്തുന്ന സമയത്ത് ഏകദേശം എത്രയാ 45ഓളം വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. 45ഓ 70ഓ വർഷം കഴിഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, വ്യക്തമായി ഞാനത് പറഞ്ഞിരുന്നുണ്ട്. ഇന്റർസ്റ്റെല്ലർ മൂവി അവിടെ ബേസ് ചെയ്യുന്നത് ഗ്രാവിറ്റിയാണ്. ആ ബ്ലാക്ക് ഹോളിന്റെ അടുത്ത് വളരെ വലിയ ഗ്രാവിറ്റി ഉണ്ട്. ആ ഗ്രാവിറ്റി കൊണ്ട് ആ ബ്ലാക്ക് ഹോളിൽ സമയം വളരെ പതുക്കെ പോകുള്ളൂ. ഗ്രാവിറ്റി കൊണ്ടുണ്ടാവുന്ന ടൈം ട്രാവലിംഗ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അത് പറയാൻ വേണ്ടി തിയറി ഓഫ് റിലേറ്റിവിറ്റി, ഐൻസ്റ്റീന്റെ ആ ഒരു വലിയ കൺസെപ്റ്റിന്റെ ഒരു ധാരണ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് വീഡിയോ ഇതുമായി ബേസ് ചെയ്ത് പറയാം. അങ്ങനെ ബേസ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടൈം ട്രാവലിന്റെ സയന്റിഫിക് ആയ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് അത്യാവശ്യമൊക്കെ മനസ്സിലായി എന്നുള്ളത്. മനസ്സിലായിട്ടില്ല എങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് സ്റ്റക്ക് ആവുന്നത്, മിക്കവാറും ഈ ടൈം പറയുമ്പോൾ സ്റ്റക്ക് ആവുന്നത്, അത് ഞാൻ വിശദീകരിച്ച് കുറെ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നുകൂടി വ്യക്തമായി കണ്ടാൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഓക്കെ ആണല്ലോ? സോ ഈ രീതിയിൽ ടൈം ട്രാവലിംഗ് പോസിബിൾ ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഒരു രീതി നമ്മൾ പറഞ്ഞു. രണ്ടാമത്തത് ടൈം ട്രാവലിംഗ് ബേസ്ഡ് ഓൺ ഗ്രാവിറ്റി ആണ്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ അതിനെപ്പറ്റി സംസാരിക്കാം. ആക്ച്വലി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വളരെ സിമ്പിളായി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്.
ഒരു ചെറിയ മാത്തമാറ്റിക് റിലേഷൻ വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാൻ മനസ്സിലായി ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ട് മാസ്റ്റർ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് കുട്ടികൾക്കൊക്കെ ഇത് കാണിച്ചു കൊടുക്കുക, അയച്ചു കൊടുക്കുക. ഡൗട്ടൊക്കെ ഉണ്ടാവും, താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സപ്പോർട്ട് ചെയ്യാം. സോ നമുക്ക് വീണ്ടും കാണാം. സോ ബൈ മക്കളെ, ബൈ.